ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു പിടി മല്ലിയില, ഒരു പിടി പീനല, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇനി നമുക്ക് മല്ലിയില, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടി മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ആണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്കധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഈ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടേക്കുള്ളത്. ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കം, ഗ്രീൻ പീസ്. ഇപ്പോൾ ഗ്രീൻ പീസ് മാത്രമായിട്ട് ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പച്ചക്കറി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പുളി അധികമില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നാരങ്ങ ചേർക്കുന്നില്ല, അതിന് പകരമാണ് തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. സാധാ നമ്മൾ ചോറ് വെക്കുന്ന ടൈപ്പ് അരിയാണ്, പച്ചരി ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ്, കൈമ റൈസ് അങ്ങനെയൊക്കെ എന്താണോ റൈസ് ഉള്ളത് അത് എടുക്കാവുന്നതാണ്. അപ്പം 1 ഗ്ലാസ് അരി ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്നപ്പോൾ നമ്മുടെ റൈസൊക്കെ കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ വളരെ ഈസിയും സിമ്പിളുമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ ഇഷ്ടമാകും. ഇതിൽ ഒരുപാട് പൊടികളൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയൊന്നും മസാലകളൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്ത റെസിപ്പിയാണ്.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് തണുത്തതിന് ശേഷം നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോസ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. അപ്പോൾ ദേ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള റൈസ്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.